2022 പുറത്തിറങ്ങിയ ടർക്കിഷ് ചലച്ചിത്രം ഇൻ ഗുഡ് ഹാൻഡ്സിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് മെലീസ എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മെലീസ ഒരു സിംഗിൾ മമ്മാണ്. ക്യാൻ എന്നൊരു മകൻ അവർക്കുണ്ട്. പഠിച്ചത് ആർട്ടൊക്കെ ആയിരുന്നെങ്കിലും അവളിപ്പോൾ ഒരു കഫയിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. മകനൊപ്പം മെലീസ ഏറെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. മകൻ ക്യാനും മെലീസയും തമ്മിൽ അമ്മയും മകനും അപ്പുറം നല്ല രണ്ട് കൂട്ടുകാരെ പോലായിരുന്നു. മെലീസയെ സപ്പോർട്ട് ചെയ്യാൻ ബന്ധുക്കളോ പരിചയക്കാരോ ആരുമില്ല. അവൾക്കാകെ അടുപ്പമുള്ളതും പരിചയമുള്ളതുമായ ഒരു വ്യക്തി അവളുടെ കൂട്ടുകാരിയും കഫയിൽ ഒന്നിച്ച് ജോലി നോക്കുന്നതുമായ ഫാത്തിമ എന്ന ഫാറ്റോസ് ആണ്. ക്യാൻ അതുവരേക്കും സ്കൂളിൽ പോയിരുന്നില്ല. എപ്പോഴും അവൻ തന്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു. മെലീസ അവനെ പലവട്ടം സ്കൂളിൽ അയക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലവത്തായിരുന്നില്ല. അവരുടെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എല്ലാ കാലത്തും ജീവിതം ഒരേപോലെ മുമ്പോട്ട് പോവില്ലല്ലോ. മെലീസയ്ക്കായിടെയാണ് ബുദ്ധിമുട്ടുകൾ തോന്നി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത്. അവൾക്ക് മാരകമായൊരു രോഗമാണെന്നും 5 മാസക്കാലമേ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ എന്നും അറിയുന്നതും ആ സമയത്താണ്. ആദ്യമൊന്ന് ഷോക്കായെങ്കിലും മെലീസയ്ക്ക് മരണത്തെ പേടിയുണ്ടായിരുന്നില്ല. തന്റെ ജീവിതം താൻ അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ അവൾ വിശ്വസിച്ചു. പക്ഷേ മകൻ ക്യാനിനെ പറ്റി ആലോചിക്കുമ്പോൾ അവളാകെ തകർന്നു പോകുന്നുണ്ടായിരുന്നു. താൻ മരിച്ചു കഴിഞ്ഞാൽ ക്യാനിനെ നോക്കാൻ ആരാണുള്ളത് എന്നത് അവളെ ഒരുപാട് വറീഡാക്കി. തന്റെ ബെസ്റ്റ് ഫ്രണ്ടും അവന്റെ ആന്റിയുമായ ഫാറ്റോസ് ഉണ്ടെങ്കിലും അവനൊരു ഫാദർ ഫിഗർ വേണമല്ലോ എന്നതായിരുന്നു അവളെ കൂടുതൽ വറീഡാക്കിക്കൊണ്ടിരുന്നത്. മെലീസ തന്റെ രോഗവിവരം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. ഫാറ്റോസ് ആകട്ടെ മെലീസയോട് എപ്പോഴത്തെയും പോലെ ഡേറ്റിങ്ങിന് പോകാനും അവൾക്ക് പറ്റിയൊരാളെ കണ്ടെത്താനും ക്യാനിലൊരു അച്ഛനെ നേടിക്കൊടുക്കാനും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വൈകാതെ ഫാറ്റോസും മെലീസയുടെ വിവരം അറിഞ്ഞിരുന്നു. അതോടെ ഫാറ്റോസ് ആ പറച്ചിൽ കടുപ്പിച്ചു. മെലീസ പോയി കഴിഞ്ഞാലും ക്യാനിനെ നോക്കാൻ ഒരച്ഛൻ തന്നെ വേണം എന്നവൾ തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ മെലീസ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മെലീസ സമ്മതിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഫാറ്റോസ് ക്യാനിനോട് പറഞ്ഞ് അവനൊരു അച്ഛൻ ഉണ്ടാവുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. പക്ഷേ ക്യാനും ഫാറ്റോസിന്റെ വായടപ്പിക്കുകയായിരുന്നു ചെയ്തത്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ മാത്രം മതിയെന്നും അച്ഛനോ മറ്റാരോ വേണ്ടെന്നും ക്യാൻ അമ്മയോട് പറഞ്ഞ് അമ്മയുടെ സമ്മതം വാങ്ങി. പക്ഷേ അത് മെലീസയെ കൂടുതൽ വറീഡാക്കിയതേയുള്ളൂ. ക്യാൻ തനിച്ചാവുമല്ലോ പെട്ടെന്ന് തന്നെ എന്നവൾ ഓർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു സംഭവം അരങ്ങേറുന്നത്. ക്യാനും മെലീസയും ഒരിക്കലൊരു കഫയിൽ പോയി. ക്യാൻ പണം കൊടുക്കാൻ ചില്ലറ എണ്ണുകയായിരുന്നു. അവിടെ വെച്ച് അവർ ബിസിനസ് ടൈക്കൂൺ ഫിറാറ്റ് എന്ന യുവാവിനെ കണ്ടുമുട്ടി. ഒരു കേക്ക് വാങ്ങാൻ അങ്ങനെ ഒരുപാട് സമയം ചില്ലറ എണ്ണി നിൽക്കുന്ന കണ്ടതും ദേഷ്യം വന്ന ഫിറാറ്റ് ക്യാനിനെതിരെ ശബ്ദിക്കുകയും അവിടെ ബാക്കിയുണ്ടായിരുന്ന പേസ്ട്രി എടുത്ത് ഒരു കാര്യവുമില്ലാതെ കൊണ്ടുപോയി അതിന്റെ പണവും അടച്ച് വേസ്റ്റ് ബാസ്ക്കറ്റിൽ തള്ളുകയും ചെയ്തു. ക്യാനിനെ അത് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു. ഇരുവരും തമ്മിൽ ദേഷ്യം വളരുകയും ചെയ്തു. മെലീസയ്ക്കും ദേഷ്യം തോന്നിയിരുന്നു. പക്ഷെ അത് അവിടെ വിട്ടുകളയാൻ മെലീസ തീരുമാനിച്ചെങ്കിലും വീണ്ടും വീണ്ടും മെലീസ ഫിറാറ്റിനെ കണ്ടുകൊണ്ടേയിരുന്നു. മാഗസിൻ കവറുകളിലും അവളുടെ സ്വപ്നങ്ങളിലും ഫിറാറ്റ് വന്നു നിറഞ്ഞു. ഫിറാറ്റ് ബാച്ചിലറാണ് എന്നതും അവൾ അറിഞ്ഞിരുന്നു. ഒരു വാശിക്ക് വേണ്ടി ഫിറാറ്റിനെ വശീകരിക്കാൻ അവൾ തീരുമാനിച്ചു. ഫാറ്റോസ് വിവരമറിഞ്ഞ് ആദ്യം അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും ഫിറാറ്റൊന്നും നമ്മുടെ കുക്കിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറഞ്ഞെങ്കിലും മെലീസ അത് ചെവികൊണ്ടില്ല. ഫിറാറ്റ് പോകുന്ന ക്ലബ്ബ് മനസ്സിലാക്കി ഫിറാറ്റിനെ കാണുവാൻ മെലീസ പോയി. ഫിറാറ്റുമായി സംസാരിച്ചു. പക്ഷേ ഫിറാറ്റ് ആകട്ടെ നീ എന്റെ ടൈപ്പല്ല എന്ന് പറയുകയായിരുന്നു ചെയ്തത്. ഫിറാറ്റിനെ ഇംപ്രസ് ചെയ്യിക്കണം എന്ന് തന്നെ കരുതി മെലീസ അന്ന് അവിടെ പാടുക പോലും ചെയ്തു. അവളുടെ ഗാനത്തിലും ആറ്റിറ്റ്യൂഡിലും ഫിറാറ്റ് ഇംപ്രസ്ഡ് ആവുകയും ഉണ്ടായി. അവളെ ഫിറാറ്റ് ഒരു ഡേറ്റിന് ക്ഷണിക്കുകയും അന്ന് കഫയിൽ വെച്ചുണ്ടായ സംഭവത്തിന് അതോടെ ക്ഷമ ചോദിക്കുകയും ചെയ്തു. കടൽ തീരത്ത് ചെന്നിരുന്ന് ഇരുവരും ഡ്രിങ്ക് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. ലൈഫ് സ്റ്റോറീസ് പങ്കുവെച്ചു. ഇരുവരും തമ്മിലുള്ള അടുപ്പം വളരുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് മെലീസ പോവാൻ എഴുന്നേറ്റു. അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് താൻ കൊണ്ടുവന്ന തന്റെ മകന്റെ ഏറ്റവും ഫേവറേറ്റ് കർച്ചീഫ് തന്റെ കൂട്ടത്തിൽ കാണുന്നില്ലെന്ന്. അവളത് നോക്കാൻ തുടങ്ങി. ഫിറാറ്റും കാര്യം അന്വേഷിച്ചു. ഒടുവിൽ ഫിറാറ്റ് തന്നെ അത് കണ്ടെത്തി. അത് കടൽ വെള്ളത്തിൽ കുറച്ചകലെയായി ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അതെടുക്കാതെ പോവില്ലെന്ന് മെലീസ ഉറപ്പിച്ചു. അവൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആ കർച്ചീഫ് കൈകളിലാക്കി. നോക്കി നിൽക്കാൻ ഫിറാറ്റിനും സാധിച്ചില്ല. ഫിറാറ്റും എടുത്തു ചാടി മെലീസയെ പിടിച്ചു കയറ്റി. ഇരുവരും നനഞ്ഞു കുളിക്കുകയും തണുത്തു വിറയ്ക്കുകയും ചെയ്തെങ്കിലും അതൊരു സന്തോഷം തീർത്തിരുന്നു. തിരികെ പോകുമ്പോൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മെലീസയുടെ ആറ്റിറ്റ്യൂഡിൽ ഫിറാറ്റ് കൂടുതൽ ആകർഷണീയനായി. അവളോട് അവന് പ്രണയം തോന്നി. തിരികെ വീട്ടിലേക്കെത്തിയ മെലീസ ഒച്ചയുണ്ടാക്കാതെ കയറാൻ ശ്രമിച്ചു. സോഫമേൽ കിടന്ന് ക്യാൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഒച്ച
ഒച്ചയുണ്ടാക്കാതെ അവൻ അടുത്തു ചെന്ന് അവന്റെ ഫേവറേറ്റ് കർച്ചീഫ് അവൾ അവന്റെ അടുത്ത് വെച്ചു. പക്ഷേ നനഞ്ഞ ഹാൻഡ് കർച്ചീഫ് അവന്റെ ദേഹത്ത് മുട്ടിയതും ക്യാൻ കണ്ണു തുറന്നു. വൈകി വന്ന തന്റെ അമ്മയെ കണ്ടതും ക്യാൻ അമ്മയോട് ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. മെലീസ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ക്യാൻ തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. വൈകാതെ അടുത്തൊരു ദിവസം ഫിരാറ്റ് മെലീസയെ ഡിന്നറിന് ക്ഷണിച്ചു. പക്ഷേ ക്യാനിനെ വീട്ടിൽ തനിച്ചാക്കി വരാൻ പറ്റില്ല എന്നായിരുന്നു മെലീസയുടെ മറുപടി. അതിനെന്താ, ക്യാനിനെയും കൂടെ കൂട്ടിക്കോളൂ എന്ന് ഫിരാറ്റ് പറഞ്ഞു. മെലീസയ്ക്കും അതിശയം തോന്നിയിരുന്നു. നമുക്കൊന്നിച്ച് ഡിന്നറിന് പോകാം എന്ന് ക്യാനിനോട് പറഞ്ഞ മെലീസ അവനോട് നന്നായി വസ്ത്രം ധരിക്കാനും ഫിരാറ്റിനോട് നന്നായി പെരുമാറണം എന്നും പറഞ്ഞു. പക്ഷേ ക്യാനെത്തി. ഫിരാറ്റിനെ കണ്ടതും ക്യാന് ഫിരാറ്റുമായുള്ള ആ ഡിന്നർ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പണ്ടത്തെ ആ കാര്യത്തിന് ഫിരാറ്റ് ക്യാനിനോട് നന്ദി പറഞ്ഞെങ്കിലും അവന്റെ ദേഷ്യം കുറഞ്ഞതേയില്ല. അവനത് പ്രകടമാക്കാനും ആരംഭിച്ചു. മെലീസയാകട്ടെ ക്യാനിനെടുക്കൽ നല്ല രീതിയിൽ പെരുമാറാനും പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ അബദ്ധത്തിൽ ക്യാൻ അവിടുത്തെ ടേബിൾ ക്ലോത്തിൽ തീപിടിപ്പിച്ചു. അതോടെ അവിടുത്തെ സ്മോക്ക് ഡിറ്റക്ടർ വർക്ക് ചെയ്യുകയും അവിടെ മുഴുവൻ വെള്ളം സ്പ്രേ ചെയ്യപ്പെടുകയും ഉണ്ടായി. ഡിന്നർ കുളമായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വീട്ടിലെത്തിയപ്പോൾ മെലീസ അതിന്റെ പേരിൽ ക്യാനിനെ ഒരുപാട് ശകാരിച്ചു. പക്ഷേ ക്യാനാകട്ടെ ഒരു കുറ്റബോധവും ഇല്ലാത്ത പോലെയായിരുന്നു ഇരുന്നത്. ഫിരാറ്റുമായി ഒരു ബന്ധവും തനിക്കോ അമ്മയ്ക്കോ വേണ്ട എന്നായിരുന്നു അവൻ അപ്പോഴും ശഠിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും ഇരുന്നത്. ഏറ്റവും വലുതായി ഫിരാറ്റ് തന്റെ അച്ഛനായി വരേണ്ടതുമില്ല എന്നവൻ തീർത്തു പറഞ്ഞു. ഉടൻ മെലീസ പറഞ്ഞു, ഈ കണ്ട സംഭവങ്ങൾക്കൊക്കെ ശേഷം ഫിരാറ്റ് വിളിച്ചാൽ തന്നെ അതൊരു അത്ഭുതമാ. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ. ആ നിമിഷത്തിൽ തന്നെ ഫിരാറ്റിന്റെ കോള് വന്നു. തനിക്ക് ക്യാനിനോട് സംസാരിക്കണം എന്നായിരുന്നു ഫിരാറ്റ് പറഞ്ഞത്. മെലീസ ഫോൺ ക്യാനിന് കൊടുത്തു. ഫിരാറ്റിനോട് സംസാരിക്കാൻ എന്തുകൊണ്ടോ അപ്പോൾ ക്യാനിനും തോന്നി. ഫിരാറ്റിനോട് ദേഷ്യപ്പെടാനും ഒന്ന് പേടിപ്പിക്കാനുമായിരുന്നു ക്യാൻ ശ്രമിച്ചതെങ്കിൽ ഫിരാറ്റ് സമാധാനത്തോടെ കേട്ട ശേഷം ക്യാനിനോട് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. നമുക്കൊന്നിച്ച് ഒരു കാർ റേസ് കാണാൻ പോയാലോ എന്ന് ഫിരാറ്റ് ക്യാനിനോട് ചോദിച്ചു. ക്യാനും സമ്മതിച്ചു. അമ്മ കൂടെയില്ലെങ്കിൽ ഫിരാറ്റിന് ഒരു പാഠം പഠിപ്പിക്കാമല്ലോ എന്ന് കരുതിയായിരുന്നു അത്. വൈകാതെ ഫിരാറ്റും ക്യാനും കൂടി ഫിരാറ്റിന്റെ കാറിൽ റേസ് കാണുവാൻ പുറപ്പെട്ടു. പക്ഷെ മെലീസയ്ക്ക് ഒക്കെ അറിയാവുന്നതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നില്ല. അവരറിയാതെ മെലീസ ഫാറ്റോസിനൊപ്പം അവരെ ഫോളോ ചെയ്യാനും തുടങ്ങി. കാറിലിരിക്കുമ്പോൾ തന്നെ ക്യാൻ നേരിട്ട് ആ ചോദ്യം ചോദിച്ചു, എന്റെ അമ്മയെ വിട്ടുപോകാൻ നിങ്ങൾക്ക് എന്തു തരണം എന്നായിരുന്നു അത്. ഫിരാറ്റിന് ക്യാനിന്റെ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് ഇഷ്ടപ്പെട്ടു. തിരികെ അവൻ ചോദിച്ചത് ക്യാനിന് എത്ര സുഹൃത്തുക്കൾ ഉണ്ടെന്നായിരുന്നു. മെലീസ അമ്മയായതുകൊണ്ട് അമ്മയെ സുഹൃത്താക്കി കൂട്ടാനും സാധിക്കില്ല എന്നും ഫിരാറ്റ് കൂട്ടിച്ചേർത്തു. ക്യാൻ ആലോചിച്ച ശേഷം തനിക്ക് സുഹൃത്തുക്കൾ ഒന്നുമില്ലെന്നായിരുന്നു പറഞ്ഞത്. താൻ സ്കൂളിലൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞു. അതോടെ ക്യാൻ ഫിരാറ്റിനെ അടുത്തുള്ളൊരു ഡോഗ് ഷെൽട്ടറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെറിയ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുമായി ക്യാൻ പെട്ടെന്ന് സൗഹൃദത്തിലാണ്ടു. അവിടെ എത്തിയതും മെലീസയും നേരെ അങ്ങോട്ടേക്ക് വന്നു. മറന്നു നിൽക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. വീട്ടിലേക്ക് ഒരു നായ വാങ്ങാൻ സാധിക്കില്ല എന്ന് പറയാനായിരുന്നു അവൾ എത്തിയത്. പക്ഷേ ആ സമയം ക്യാൻ അമ്മയ്ക്കടുത്തേക്ക് ഓടിയെത്തുകയും സിരിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയും ചെയ്തു. പറ്റില്ലെന്നായിരുന്നു മെലീസയുടെ മറുപടി. ഒടുവിൽ അവരൊരു സമാധാന തീരുമാനത്തിലെത്തി. സിരിനെ ഫിരാറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോകാം. ക്യാനിന് വേണമെങ്കിൽ എന്നും വന്ന് സിരിനെ കാണുകയും ചെയ്യാം. പക്ഷേ പറ്റിയ അമളി എന്തെന്നാൽ സിരിനെന്ന് പറയുന്നത് അവൻ സംസാരിച്ചിഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ പേരായിരുന്നു. മെലീസയും ഫിരാറ്റും വിചാരിച്ചതാകട്ടെ അവർ നോക്കിക്കൊണ്ടിരുന്ന ഒരു പട്ടിക്കുട്ടിയുടെ പേരാണെന്ന്. അവരിരുവരും ആ പട്ടിക്കുട്ടിയെ സിരിനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോഴായിരുന്നു പറ്റിയ അമളി ക്യാനിൽ നിന്നും തിരിച്ചറിയുന്നതും. അതോടെ അതൊരു ചിരിയുണ്ടാക്കി. എന്തായാലും ക്യാനിന് മുമ്പിൽ ഇപ്പോൾ നായ മാത്രമുള്ളതിനാൽ ഫിരാറ്റിനൊരു പണി കൊടുക്കാൻ ആ നായ്ക്കും ക്യാൻ ഫിരാറ്റ് എന്ന് തന്നെ പേരിട്ടു. പക്ഷെ ഫിരാറ്റാകട്ടെ അതിനൊന്നും കാര്യമായ ഗൗനം കൊടുത്തതേയില്ല. അതിലയാൾ അസ്വസ്ഥനായതുമില്ല. മെലീസ കഫേയിലെ തന്റെ ജോലികൾ തുടർന്നു. കഫേയിൽ സ്ഥിരമായി വരുന്ന ഒരു കസ്റ്റമർ മെലീസയെ പ്രിയപ്പെട്ടവളെ എന്നൊക്കെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാനും കുറച്ചായി അത് കണ്ട് ദേഷ്യത്തിൽ നിൽക്കുന്നു. അന്നൊരു ദിവസം ഫിരാറ്റ് കടയിലേക്ക് എത്തുകയും എപ്പോഴും നരമ്പൻ സ്വഭാവം കാണിക്കുന്ന അയാളെ ശകാരിച്ച് മെലീസയ്ക്കടുത്ത് ക്ഷമ പറയിപ്പിക്കുകയും ചെയ്തു. അത് കണ്ടതും ക്യാനിന് അല്പം സന്തോഷം തോന്നിയിരുന്നു. ഫിരാറ്റിനോട് ആദ്യമായി അവന് കുറച്ച് സ്നേഹം തോന്നി. എന്നിരുന്നാലും ഫിരാറ്റ് നല്ലവനാണോ എന്ന് ക്യാന് കൂടുതൽ അറിയണമായിരുന്നു. ഫിരാറ്റിന്റെ ലോയൽറ്റി ടെസ്റ്റ് ചെയ്യുവാൻ ക്യാൻ വീണ്ടും തീരുമാനിച്ചു. ഫിരാറ്റിനെയും കൂട്ടി ക്യാൻ പുറത്തേക്ക് പോയി. കുറച്ചധികം മുന്നിലേക്ക് ചെന്നതും ഒരു വീടിന്റെ മുന്നിലെത്തിയ അവൻ ഒരു കല്ലെടുത്ത് അടുത്ത വീടിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു. പോരാത്തതിന് ഹൗസ് ഓണർ ഓടി വന്നപ്പോൾ ഫിരാറ്റിനെ അച്ഛ എന്ന് വിളിച്ച് ഫിരാറ്റിനെ ക്യാൻ കുടുക്കിൽപ്പെടുത്തുകയും ചെയ്തു. അതോടെ ക്യാനിനെയും പൊക്കിയെടുത്ത് ഫിരാറ്റ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ഹൗസ് ഓണറും ആളുകളും പിന്നാലെ ഓടി വന്നെങ്കിലും ഒരു തരത്തിൽ അവർ രക്ഷപ്പെട്ടതും ചിരിയോടെ ഇരുവരും ഇരുന്നു. എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ഫിരാറ്റ് ചോദിച്ചു. എന്തിനും എന്റെ കൂടെ നിൽക്കുമോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു ക്യാനിന്റെ മറുപടി. അത് ഫിരാറ്റിനെ ഒന്നുകൂടെ ചിരിപ്പിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട്
മുന്നോട്ടു പോവാൻ തുടങ്ങി. ഇതിനിടയിൽ ക്യാനിനെ കൂടുതലായി ഫിരാറ്റ് മനസ്സിലാക്കിയിരുന്നു. ക്യാനിന് ടോയ്ലറ്റ് പേപ്പേഴ്സിൽ ഒരു ട്രോമ ഉള്ളതുപോലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഒരുപാട് ടോയ്ലറ്റ് പേപ്പേഴ്സും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മെലീസയോട് ഫിരാറ്റ് തിരക്കി. ക്യാനിന്റെ അച്ഛനൊരിക്കൽ ടോയ്ലറ്റ് പേപ്പർ വാങ്ങാൻ പുറത്തു പോയപ്പോൾ ആക്സിഡന്റിൽ പെട്ട് മരിക്കുകയായിരുന്നുവെന്നും താൻ അത് അവനോട് പറഞ്ഞതിന് ശേഷമാണ് അവൻ ഈ ടോയ്ലറ്റ് പേപ്പർ ഒബ്സഷൻ തുടങ്ങിയത് എന്നും മെലീസ വ്യക്തമാക്കി. താനും അതുപോലെ ടോയ്ലറ്റ് പേപ്പർ തീർന്നു കഴിഞ്ഞു വാങ്ങാൻ പോകുമ്പോൾ എന്തെങ്കിലും അപകടത്തിൽ മരിക്കുമോ എന്നൊക്കെയാണ് അവൻ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ ടോയ്ലറ്റ് പേപ്പർ ഇങ്ങനെ വലിയ തോതിൽ ശേഖരിച്ചിരിക്കുന്നത് എന്നും അവൾ കൂട്ടിച്ചേർത്തു. മെലീസ അതുവരേക്കും അച്ഛനാണെന്ന് പറഞ്ഞ് ക്യാനിനെ ഫോട്ടോ കാണിച്ചിരുന്നു. പക്ഷേ അന്ന് ഒരു ദിവസം വളരെ യാദൃച്ഛികമായി ക്യാൻ അതേ ഫോട്ടോയിലുള്ള വ്യക്തിയെ തന്റെ കൺമുമ്പിൽ ജീവനോടെ കണ്ടു. മെലീസ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ക്യാൻ അയാൾക്കരികിലേക്ക് ഓടിച്ചെന്നു. യാഥാർത്ഥ്യത്തിൽ അയാൾ മെലീസയുടെ സുഹൃത്തായിരുന്നു. ജർമ്മനിയിൽ താമസിക്കുന്ന അങ്ങോട്ടേക്ക് മൂവ് ഓൺ ചെയ്തിരുന്ന ഒരു സുഹൃത്ത്. അത് ക്യാനിന്റെ അച്ഛനുമായിരുന്നുമില്ല. മെലീസ അത്രനാളും ക്യാനിനോട് കളവ് പറയുകയായിരുന്നു. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ക്യാനിന്റെ അച്ഛൻ? എന്തിനാണ് ക്യാനിന്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന് മെലീസ കള്ളം പറഞ്ഞത്? ഫാറ്റോസ് ഒച്ചയുണ്ടാക്കുന്ന ക്യാനിനെ പിടിച്ചുകൊണ്ടുപോവാൻ ശ്രമിച്ചു. ഫിരാറ്റും അവിടെ ഉണ്ടായിരുന്നു. മെലീസ പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീണു. ഉടനടി മെലീസ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് ഉണർന്നു വന്ന അവൾ തനിക്കിനി അധികം നാളുകളില്ല എന്ന കാര്യം പൂർണ്ണമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷേ എല്ലാത്തിലും ഉപരിയായി അവൾക്ക് മാത്രം അറിയാവുന്ന രണ്ട് സത്യങ്ങൾ അവളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ അറിയേണ്ടിയിരിക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ക്യാനിന്റെ അച്ഛൻ? എന്തിനാണ് മെലീസ അത്രനാൾ ക്യാനിന്റെ അച്ഛനെ പറ്റി കളവുകൾ പറഞ്ഞത്? ഫിരാറ്റും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മെലീസ തന്നെ ചതിച്ച പോലായിരുന്നു ഫിരാറ്റിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. തന്നോട് ക്യാനിനെ പറ്റിയും ക്യാനിന്റെ അച്ഛനെ പറ്റി പറഞ്ഞതും കളവാണെന്നും മെലീസ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതുവരെ പറയാത്തതുകൊണ്ട് തന്നെ വശീകരിച്ച ചതിയിൽ പെടുത്തിയതാണെന്നും ഫിരാറ്റ് വിശ്വസിച്ചു. ക്യാനിന്റെ ഫ്യൂച്ചർ നല്ല രീതിയിലാക്കാൻ വേണ്ടി മാത്രമല്ലേ മെലീസ തന്റെ കൂടെ കൂടിയതെന്നും ഫിരാറ്റ് മെലീസയോട് ചോദിച്ചു. തന്നെ ചതിച്ചു എന്ന് ഫിരാറ്റ് ആവർത്തിച്ചപ്പോൾ മെലീസയ്ക്ക് വീണ്ടും വീണ്ടും അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യങ്ങൾ പറയുവാൻ മെലീസ ഉറച്ചു. സത്യങ്ങളിൽ നിന്ന് ഇനിയും ഒളിച്ചോടാൻ മെലീസയ്ക്കാവുമായിരുന്നില്ല. ക്യാനിനോടും സത്യങ്ങൾ പറഞ്ഞേ തീരൂ. ജീവിതത്തിൽ മെലീസ ആദ്യമായി പ്രണയത്തിൽ വീണ കാലം. മെലീസ അന്ന് കോളേജിൽ ആർട്ട് സ്റ്റുഡന്റ് ആയിരുന്നു. അവൾക്ക് പ്രണയം തോന്നിയിരുന്ന, താല്പര്യം തോന്നിയിരുന്ന പയ്യൻ പാടിയിരുന്ന ക്ലബിൽ അവൾ സ്ഥിരമായി പോകുമായിരുന്നു. ആദ്യമൊന്നും അവനോട് പ്രണയം പറയാനോ സംസാരിക്കാനോ അവൾക്ക് ധൈര്യം തോന്നിയില്ല. ഒരു ദിവസം അവൾ ധൈര്യത്തോടെ അവനോട് സംസാരിച്ചു. അവരൊന്നിച്ചെന്ന് ഡ്രിങ്ക് ചെയ്യുകയും സംസാരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു. അന്ന് അവളുടെ വീട്ടിലെത്തിയ ഇരുവരും ഒന്നിച്ചായിരുന്നു സമയം ചിലവഴിച്ചത്. പിറ്റേന്ന് പകലിൽ ടോയ്ലറ്റ് പേപ്പർ വാങ്ങാനെന്ന് പറഞ്ഞ് ആ യുവാവ് പോയി. തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച് അവൾ അവനെ കാത്തിരുന്നു. കാത്തിരുന്ന് ഒരുപാട് സമയം പിന്നിട്ടപ്പോഴാണ് ആ യുവാവിനെ തിരികെ വരില്ല എന്നവൾ തിരിച്ചറിയുന്നത്. അവൾ അത്രയും പറഞ്ഞതും ഞെട്ടലോടെ ഫിരാറ്റ് അവളെ നോക്കി. ആ നിമിഷത്തിൽ താനായിരുന്നു ആ പയ്യനെന്നും ക്യാൻ തന്റെ മകനാണെന്നും ഫിരാറ്റ് തിരിച്ചറിയുകയായിരുന്നു. അന്നത്തെ ആ സംഭവം കഴിഞ്ഞ് മൂവ് ഓൺ ചെയ്യാൻ സമയമെടുത്തെന്നും അപ്പോഴേക്കും താൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞെന്നും കുട്ടിയെ കൊല്ലാൻ മനസ്സ് വന്നില്ലെന്നും ക്യാനിനെ പ്രസവിച്ച് സിംഗിൾ മമ്മായി താനവനെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നെന്നും ഒരിക്കലും ഫിരാറ്റിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയിരുന്നില്ലെന്നും അന്നൊക്കെ ഫിരാറ്റിനെ അന്വേഷിച്ചെങ്കിലും കണ്ടുകിട്ടാത്തതുകൊണ്ട് മറന്ന സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നെന്നും മെലീസ വ്യക്തമാക്കി. പക്ഷെ പിന്നീട് താൻ മരണപ്പെടുന്ന കാര്യം അറിഞ്ഞപ്പോൾ താനാകെ തകർന്നു പോയെന്നും അപ്പോഴാണ് ഫിരാറ്റ് തന്റെ മുമ്പിൽ എത്തുന്നതെന്നും അതുകൊണ്ടാണ് ഫിരാറ്റിനെ വശീകരിച്ച് തങ്ങളിലേക്ക് കൊണ്ടുവന്നതെന്നും അവൾ കൂട്ടിച്ചേർത്തു. ഫിരാറ്റിനോടും ക്യാനിനോടും എല്ലാം ഒരു സമയമാവുമ്പോൾ തുറന്നു പറയാനാണ് താൻ ഇരുന്നതെന്നും പക്ഷേ എപ്പോഴും സംഭവിക്കുന്ന പോലെ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഇതുപോലൊക്കെ വന്നുപോയി എന്നും അവൾ കൂട്ടിച്ചേർത്തു. ഫിരാറ്റിന് അവളോട് ഒന്നും പറയാൻ സാധിച്ചില്ല. ഫിരാറ്റ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. യാഥാർത്ഥ്യത്തിൽ അവളോട് എന്തു പറയണം എന്ന് ആ നിമിഷം ഫിരാറ്റിന് അറിയുന്നുണ്ടായിരുന്നുമില്ല. ഫാറ്റോസിനൊപ്പമായിരുന്നു മെലീസ ആശുപത്രിയിലായിരുന്നപ്പോൾ ക്യാൻ കഴിഞ്ഞിരുന്നത്. അമ്മയുടെ മടങ്ങിവരവിൽ അവൻ സന്തോഷമൊന്നും കാണിച്ചില്ല. അമ്മയോട് അവൻ ദേഷ്യത്തിലുമായിരുന്നു. തന്നോട് പറഞ്ഞ നുണകളെ പറ്റിയൊക്കെ ക്യാൻ അമ്മയെ ചോദ്യം ചെയ്തു. അവൾ ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. പക്ഷേ അമ്മയുടെ കണ്ണുനീർ കണ്ടിരിക്കാൻ ഏതു മകന് സാധിക്കും? 6 വയസ്സുകാരൻ ഇന്നസെന്റായ ക്യാൻ അമ്മയ്ക്ക് അടുത്തേക്ക് ചേർന്നു വന്നു. തന്റെ മകനെ മെലീസ കെട്ടിപ്പിടിച്ചു. അവനും അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മയ്ക്ക് രോഗമൊന്നുമില്ലെന്ന് പറയാനും ഒരിക്കലും ഞാൻ ഇനി അച്ഛനെ പറ്റി ചോദിക്കില്ല, അമ്മ എന്നെ വിട്ടു പോവരുത് എന്നൊക്കെ ആ പാവം പയ്യൻ
ക്യാൻ പറഞ്ഞുകൊണ്ടുമിരുന്നു. മെലീസ ക്യാനിനെ ആശ്വസിപ്പിച്ചു. അവന്റെ അച്ഛനെപ്പറ്റി അവനോട് താൻ തന്നെ പറയുമെന്നും കൂട്ടിച്ചേർത്തു. മെലീസയുടെ രോഗാവസ്ഥ കൂടുതൽ വഷളായി വന്നു. മെലീസയുടെ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നു. ഫാറ്റോസ് ആയിരിക്കും ഇനി ക്യാനിനെ നോക്കാനുണ്ടാവുക എന്ന് ചിന്തിച്ച് അവൾ അതിനുവേണ്ടി അവരിരുവരെയും തയ്യാറാക്കാൻ തുടങ്ങി. ആകെ തകർന്നു പോയിരുന്ന ഫിരാറ്റും തന്റെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ബോധവാനാവാൻ തുടങ്ങിയിരുന്നു. തന്റെ മകന്റെ അമ്മ മരിക്കുകയാണ്. ഇരുവർക്കും ഇപ്പോൾ തന്നെ ആവശ്യമുണ്ട്. കുടിച്ച് പ്രശ്നമുണ്ടാക്കി കുറ്റബോധത്തിൽ മുങ്ങി നടന്ന് ഒളിച്ചോടേണ്ട കാലമല്ലിത്. ഫിരാറ്റ് അവരിലേക്ക് തിരികെ പോവാൻ തീരുമാനിച്ചു. അവൻ ക്യാനിനെ ആദ്യം ചെന്ന് കണ്ടു. ശേഷം ക്യാനും ഫിരാറ്റും ഒന്നിച്ച് ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിരുന്നു. മെലീസ ഉണർന്നു വന്നപ്പോൾ കണ്ടത് അവരിരുവരും ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറായിരിക്കുന്നതായിരുന്നു. അവളുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ഫിരാറ്റ് തന്റെ കുടുംബത്തെ കണ്ടെത്തുകയായിരുന്നു. അച്ഛനും മകനും എന്ന പോലെ ക്യാനുമായി ഫിരാറ്റിന്റെ ബന്ധം വളർന്നു. അവരിരുവരും കൂട്ടുകാരെ പോലെ കാണപ്പെട്ടു. മെലീസയും കൂടുതൽ സന്തോഷത്തിലായി. ജീവിതം തന്നോടൊടുവിൽ കരുണ കാട്ടുന്ന പോലെ മെലീസയ്ക്ക് തോന്നി. ക്യാനിനെ പറ്റി ഒന്നും ഭയപ്പെടാതെ സ്വസ്ഥമായി തനിക്ക് മരിക്കാമല്ലോ എന്നുവരെ അവൾ ചിന്തിച്ചു. പൊന്നുപോലെ ഫിരാറ്റ് ക്യാനിനെ നോക്കാനും തുടങ്ങി. ഫിരാറ്റ് അവർക്കൊപ്പം അവരുടെ വീട്ടിൽ തങ്ങി. പൂർണ്ണമായും ക്യാനിന്റെ അച്ഛനായി മാറി. മെലീസയും സന്തോഷത്തോടെ ഓരോന്നും നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾ അവരങ്ങനെ ഒന്നിച്ചു ജീവിച്ചു. പക്ഷേ ഒരു ദിവസം ഫിരാറ്റും ക്യാനും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മെലീസ അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ടോയ്ലറ്റ് പേപ്പറുകൾ സൂക്ഷിച്ചിരുന്നിടം കാലിയായിട്ടിരിക്കുന്നു. അവിടെ ഒരു ഡയറിയും മെലീസ എഴുതി വെച്ചിരുന്നു. ക്യാനിനായി എല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള എഴുത്ത്. അവർക്ക് മുമ്പിൽ പതിയെ അവരെയും വേദനിപ്പിച്ചുകൊണ്ട് മരണപ്പെടുവാൻ മെലീസ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ക്യാനിന്റെ അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ആ ടോയ്ലറ്റ് പേപ്പേഴ്സിന്റെ കാര്യമില്ല എന്നും മെലീസ വിശ്വസിച്ചിരുന്നു. എഴുന്നേറ്റ് വന്ന ക്യാനിനെ ഫിരാറ്റ് ചേർത്തു പിടിച്ചു. അവരുടെ വീടിനോട് ചേർന്ന കടലിൽ അതിന്റെ തീരത്ത് മെലീസയുടെ ഷൂസുകൾ കാണപ്പെട്ടു. മറ്റൊരു ലോകത്തേക്ക് കടലിന്റെ ആഴങ്ങളിലൂടെ നടന്നിറങ്ങി അവൾ പോയിരിക്കണം. കാൻ ആദ്യമേ തകർന്നിരുന്നെങ്കിലും ഫിരാറ്റ് അവനെ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നു. ഒരിക്കൽ കടൽ തീരത്തിരിക്കുമ്പോൾ ക്യാൻ ഫിരാറ്റിനോട് ചോദിച്ചു, ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉള്ളിന്റെ ഉള്ളിൽ ഫിരാറ്റും വേദനയാൽ മുങ്ങിയെങ്കിലും ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വ്യക്തമായും തനിക്കും അറിയില്ല എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. ഫിരാറ്റ് അന്ന് അവന്റെ അമ്മ എഴുതി വെച്ച ഡയറി ക്യാനിന് കൈമാറി. ഡയറി തുറന്ന് ഓരോന്നും ക്യാൻ നോക്കിക്കാണാൻ തുടങ്ങി. അതിലെ ഓരോ ചിത്രങ്ങളും ക്യാനിന്റെ മുഖത്ത് ചിരി കൊണ്ടുവന്നു. അവരിരുവരും സംസാരിച്ച് ചിരിയോടെ ഇരിക്കുന്ന ദൃശ്യങ്ങളോടെ ക്യാനിനൊപ്പം എന്നും ഫിരാറ്റ് ഉണ്ടാകുമെന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ഏതേലും ലോകത്തിരുന്ന് സന്തോഷത്തോടെ മെലീസയും അത് നോക്കിക്കാണുന്നുണ്ടാവണം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.